രാജു, നാളെ നമ്മള് പോവല്ലേ? അതെ. അതെന്താ പിന്നെ ഒരു സംശയം? സംശയമൊന്നുമല്ല, അച്ഛനെ വിളിക്കണ്ടേ? പിന്നെ വിളിക്കണ്ടേ? ഋതുവിന് ഇത് എന്ത് പറ്റിയതാ? അച്ഛനെ വിളിക്കേണ്ടത് നമ്മുടെ രണ്ടുപേരുടെയും കാര്യമല്ലേ? എനിക്കല്ല പറ്റിയത്, രാജുവിന്. ഏതാണ്ട് കിളി പോയതുപോലെ. വിളിക്കേ. മോളെ. ഹലോ അച്ഛാ, കൃത്യസമയത്ത് ഡൽഹിയിൽ എത്തിയോ? എത്തി മോളെ. അച്ഛാ, അച്ഛന് മനപ്രയാസം വല്ലതുണ്ടോ? എന്തിന്? അല്ല, അച്ഛൻ പോകാൻ നേരത്ത് ആ യൂസ്ലെസ്സുകളും മഷി ഒഴിച്ചില്ലേ? ഓ, അതൊന്നും സാരമില്ല. അതൊരു ഓർമ്മപ്പെടുത്തല മോളെ. ആ കറ ഷർട്ടിലല്ല വീഴുന്നത്, എന്റെ മനസ്സിലാ. അത് കഴുകിക്കളഞ്ഞ് മനസ്സൊന്ന് ശുദ്ധമാക്കണം. അതൊക്കെ പോട്ടെ. നിങ്ങളെപ്പോഴാ ഹൈ റേഞ്ചിലേക്ക് തിരിക്കുന്നത്? നാളെ രാവിലെ. ശരി, എന്നാ സന്തോഷത്തോടെ പോയിട്ട് വാ. എൻജോയ് എവറി മൊമെന്റ് ഓഫ് യുവർ ട്രിപ്പ്. ഹാവ് എ സേഫ് ആൻഡ് ഹാപ്പി ജേർണി. താങ്ക് യു അച്ഛാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ മോളെ, ടേക്ക് കെയർ. രാജു, അങ്ങനെ നാളെ നമ്മള് മലമടക്കുകൾ കയറുന്നു. കോടമഞ്ഞില് മുങ്ങിക്കുളിച്ച് തണുത്ത് വിറച്ച് ഇങ്ങനെ ഒരു തുണിക്കെട്ട് പോലെ ചുരുണ്ട് കിടക്കുന്ന അട്ടകളെ പോലെ. നല്ല കഞ്ഞി. ഞാനൊരു കഞ്ഞിയാണല്ലേ. സ്വയം കഞ്ഞിയാണെന്ന് പറയുന്നവരോട് ഞാൻ എന്ത് പറയാനാ? പണ്ട് സ്വാതന്ത്ര്യ സമരം നടത്തിയേ പല രാഷ്ട്രീയക്കാരും ഒളിവിലിരുന്നിട്ടുണ്ട്. ഞാൻ ഒളിവിൽ കഴിയുന്നത് ഇലക്ഷൻ കൊണ്ട് കണ്ടിട്ടല്ലേ. അത് അത്രയ്ക്ക് നാണക്കേടൊന്നും അല്ല. അഴിമതി കാണിക്കുന്നതും കാശടിച്ചു മാറ്റുന്നതും ഒക്കെ രാഷ്ട്രീയക്കാർക്കൊരു അന്തസ്സാ. ആണല്ലേ? പിന്നെ ഒരു ഉണക്ക പര ഒരുത്തതും സൈഡിൽ ഒരു ഉണങ്ങിയ മുളകും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കഞ്ഞി അസലായിരുന്നു. എന്തു പാര? പാരയല്ല, പരവ. ഉണക്കപ്പരവ. നിങ്ങൾ അമ്മയും മകനൊന്നും നല്ല ഭക്ഷണം കഴിക്കില്ലേ? എന്റെ അമ്മ ഈന്തപ്പഴവും കിവി അത്തിപ്പഴവും അല്ലേ കഴിക്കുന്നത്. തട്ട് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ കൊണ്ടുവയ്ക്കും. ഇവിടെ ഇരിക്കട്ടെ. ജയനെവിടെ? ഇവിടെ ഉണ്ട് മാഡം. ഞാൻ വന്നതേ, ഞാൻ ജയനെ സഹായിക്കാം. ജയനെ ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം. അത് മാത്രമല്ല, ഒരു വലിയ എമൗണ്ട് തന്ന് ജയനെയും പ്രിയയെയും ഞാൻ സെറ്റിൽ ചെയ്യിക്കുകയും ചെയ്യാം. ജയന്റെ വീട് പണി മുടങ്ങി കിടക്കുമല്ലേ, അത് പൂർത്തിയാക്കി ഒരു നല്ല കാറൊക്കെ വാങ്ങിച്ച് നിങ്ങൾ അങ്ങോട്ട് മാറ്.